യുവരാജ് ഗോകുൽ. പാലക്കാട് BJP-യുടെ എതിരാളി UDF ആയിരുന്നു, അല്ലെങ്കിൽ UDF-ന്റെ എതിരാളി BJP ആയിരുന്നു മുഖ്യ എതിരാളി. പക്ഷേ കേരളത്തിലെ 90% മണ്ഡലങ്ങളിലും UDF-ന്റെ എതിരാളി LDF ആണ്, LDF-ന്റെ എതിരാളി UDF ആണ്. അതാണ് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം എന്നിരിക്കെ CPM ഈ ലൈൻ, അതായത് നിരന്തരമായ SDPI ജമാഅത്തെ ഇസ്ലാമി ലൈൻ തുടർന്നാൽ അത് നിങ്ങളുടെ വോട്ടിനെ അല്ലേ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത? ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, നമുക്കറിയാം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയിട്ടുള്ള വലിയ വോട്ട് ഷെയർ 30 ലക്ഷം ആദ്യമായി തൊട്ട ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 2019 ആണെങ്കിൽ 2021 ആകുമ്പോഴേക്ക് അത് കുറഞ്ഞത്. കേരളത്തിൽ UDF-ഉം LDF-ഉം വോട്ട് വിഹിതം കൂട്ടിയപ്പോൾ BJP-യുടെ വോട്ട് വിഹിതമാണ് കുറഞ്ഞത്. അതിവിടെ ശ്രീ നിയാസ് പറഞ്ഞതുപോലെ 33 34 മണ്ഡലങ്ങളിൽ BJP CPM-ന് വോട്ട് കൊടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ CPM പറയുന്നത് പോലെ കോൺഗ്രസ് BJP-ക്ക് വോട്ട് കൊടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്വാഭാവികമായി ജനങ്ങളാണല്ലോ പ്രിഫർ ചെയ്യേണ്ടത്. അങ്ങനെ ജനങ്ങളുടെ പ്രിഫറൻസിൽ വരുമ്പോൾ, വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിൽ വരുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കാനിടയുള്ള കാര്യമല്ലേ ഇത്? അല്ല, അത് എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. സാധാരണഗതിയിൽ നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നതിനേക്കാളും വോട്ട് ഷെയർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കുറയുന്ന ഒരു ചരിത്രമുണ്ട്. ഇപ്പോൾ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10% മുകളിലേക്ക് വോട്ട് പോയി. പക്ഷേ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വീണ്ടും 6% വരുന്ന സാഹചര്യം ഉണ്ടായി. ലോക്സഭയിൽ കൂടുകയും നിയമസഭയിൽ കുറയുകയും ചെയ്യുന്ന ഒരു പാറ്റേൺ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിലുണ്ട്. പക്ഷേ 2014 കഴിഞ്ഞിട്ട് 2016 വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിനേക്കാളും കൂടുതൽ അതിനകത്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2021 അത്തരത്തിലൊരു വലിയ മൂവ്മെന്റ് ചിലപ്പോൾ ജനങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. അതിന്റെ ഒരു ബാക്കി പത്രമായിട്ട് നമുക്ക് വോട്ട് കുറയുന്ന, മാർജിനലായിട്ടല്ലെങ്കിലും വോട്ട് ഷെയർ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അത് എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല. 2024 കഴിഞ്ഞ് 26 വരുമ്പോൾ അത് അങ്ങനെ തന്നെ ആകണമെന്നില്ല. അത് നമുക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാം. ഒരു ഉപതെരഞ്ഞെടുപ്പ് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് എല്ലാത്തിനെയും വിലയിരുത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇനി ശ്രീ ആർഷോ ഇവിടെ നടത്തിയ രാഷ്ട്രീയ ചാരിത്ര പ്രസംഗത്തിന് എനിക്ക് അദ്ദേഹത്തിനോട് മറുപടി പറയാനുണ്ട്. അദ്ദേഹം പറയുകയാണ്, എന്താണ് ഇവിടെ വെറുപ്പിന്റെ രാഷ്ട്രീയം, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം. ആർഷോ, ഞാൻ കാലങ്ങളായിട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നടത്തിയിട്ടുള്ളത് പോലുള്ള വർഗീയ പ്രചരണം ഇവിടെ വേറെ ആരും നടത്തിയിട്ടില്ലെന്നേ. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഒരു സാധനം, കാഫിർ എന്ന് എതിർ സ്ഥാനാർത്ഥിയെ വിളിച്ചു, അല്ലെ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതവികാരം ഇളക്കി വിടുവാനും വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇത് ആദ്യമൊന്നുമല്ല. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ മാനേജ് ചെയ്യുകയും തെരഞ്ഞെടുപ്പ് അടുത്ത് കാണുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ ഓരോ വീട്ടിലും ജാതി അടിസ്ഥാനത്തിൽ കയറി എന്താണ് പറയുന്നത് ഞങ്ങൾക്ക് വളരെ നല്ല നിശ്ചയമുണ്ട്. പക്ഷെ ഇത് പുറത്തേക്ക് വന്ന ഒരു വിഷയമാണ് എന്നുള്ളത് കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങ് പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ അകത്ത് ഞങ്ങൾ പോയിട്ട് എന്തോ ഫ്രാക്ഷൻ തുടങ്ങിയിരിക്കുകയാണെന്ന്. നിങ്ങളുടെ അകത്ത് ആരാ ഫ്രാക്ഷൻ തുടങ്ങിയിരിക്കുന്നത് സാർ? നിങ്ങളുടെ അകത്ത് ഫ്രാക്ഷൻ തുടങ്ങിയിരിക്കുന്നത് ആലപ്പുഴയിൽ ഒരു ഏരിയ കമ്മിറ്റി മൊത്തമായിട്ട് രാജിവെച്ച് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? നിങ്ങളുടെ അകത്ത് ഫ്രാക്ഷൻ തുടങ്ങിയിരിക്കുന്നത് SDPI ആണ്. നിങ്ങൾ ഇവിടെ ഇരുന്ന് പറഞ്ഞല്ലോ ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റി നിർത്തേണ്ടതാണ്, SDPIയെ മാറ്റി നിർത്തേണ്ടതാണെന്ന്. ഒക്ടോബർ 19, 2015 ദ ഹിന്ദുവിന്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. വളരെ കൃത്യമായിട്ട് ഏതൊക്കെ വാർഡുകളില്, മുനിസിപ്പാലിറ്റികളില്, പഞ്ചായത്തുകളില് ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരായിട്ട് നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്നുള്ള കാര്യം അക്കമിട്ടവർ പറയുന്നുണ്ട്. വെറുതെ പറയുക മാത്രമല്ല, ഹമീദ് ചെന്നമംഗലൂരിനെ പോലെ ഇടത് നിരീക്ഷകനായിട്ടുള്ള ഒരാളുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇൻ ദോസ് പ്ലേസസ് ദി LDF വാസ് ബാക്കിംഗ് ദി ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ഫീൽഡഡ് ബൈ ജമാഅത്തെ ഇസ്ലാമി. പറഞ്ഞത് സംഘപരിവാറുകാരും അല്ല, ഹമീദ് ചെന്നമംഗലൂരിന്റെ വാക്കിനെ ഉദ്ധരിച്ചിട്ടാണ് ദ ഹിന്ദു വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാറ്റി നിർത്തേണ്ടത് എപ്പോഴാണ്? നിങ്ങൾക്ക് പിന്തുണ തരാത്തപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ചില ആൾക്കാരെ മാറ്റി നിർത്തേണ്ടതും അവർക്ക് തൊട്ടുകൂടായ്മ പ്രഖ്യാപിക്കുന്നതും. ഒരു നിലപാട്, ഒരു നയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥായിയായിട്ടുണ്ടാവുക എന്ന് പറയുന്ന ഒരു സ്വഭാവം രാഷ്ട്രീയത്തിൽ ഉണ്ടാവണം സാർ. ഈ അടവ് നയം എന്ന് CPM പേരിട്ട് വിളിക്കുന്നുണ്ടല്ലോ. ഈ ബ്രിട്ടീഷ് രാജ്ഞിയെ കുറിച്ചിട്ട് പറയും, എന്താണ് ഈ രത്നം എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് കിടക്കുമ്പോൾ ലോകത്ത് കളവ് മുതലെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് കിടക്കുന്ന ഒരേ ഒരാളെ ഉണ്ടാവുള്ളൂ എന്ന്. അതുപോലെയാണ് ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ കള്ളം പറയും എന്നുള്ളതിന് ഫ്രീക്ക് പേരൊക്കെ ഇട്ടിട്ട് അടവ് നയം. എന്താണ് ഈ അടവ് നയം? ഞങ്ങൾ ഇന്ന് പറയുന്നതല്ല, നാളെ പറയുന്നതല്ല, മറ്റന്നാ പറയുന്നത്. ഇതിന് നിങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു ഫ്രീക്ക് പേര് മാത്രമാണ് ഈ പറയുന്ന അടവ് നയം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ അടവും കള്ള അടവുകളൊക്കെ ജനം നാട്ടിൽ ഒരുപാട് കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് വെറുതെ ഇരുന്ന് ഈ പറയുന്ന രാഷ്ട്രീയ ധാർമ്മിക ചാരിത്ര പ്രസംഗം നടത്താതിരിക്കുന്നതാണ് നല്ലത്. ശരി.